ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നീളം 42 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുക. വണ്ണം പറഞ്ഞിരിക്കുന്നത് 40 ഇഞ്ച്, അതിൻ്റെ 4+1 ഇഞ്ച് 12 ഇഞ്ച്, അത് മാർക്ക് ചെയ്യുക. ഷോൾഡർ പറഞ്ഞിരിക്കുന്നത് വണ്ണത്തിൻ്റെ 6/1. അപ്പോൾ 40ൻ്റെ 6/1 എന്ന് പറയുമ്പോൾ 6.5 ഇഞ്ചാണ് ഷോൾഡർ. അത് തന്നെയാണ് കൈക്കുഴിയും 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ വണ്ണത്തിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കഴുത്തിൻ്റെ അകലം പറഞ്ഞിരിക്കുന്നത് 2.25 ഇഞ്ചാണ്. കഴുത്ത് ഫ്രണ്ട് കഴുത്തിറക്കം എടുത്തിരിക്കുന്നത് 6 ഇഞ്ച്, ബാക്ക് കഴുത്തിറക്കം 7.5 ഇഞ്ച്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വണ്ണം എടുത്തെടുത്തുനിന്ന് താഴോട്ട് ഷേപ്പിന് വേണ്ടി 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. സ്ലിറ്റിന് വേണ്ടി 20.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷേപ്പിന് വേണ്ടി എടുത്ത 13.5 ഇഞ്ചിൽ നിന്ന് വണ്ണം നമുക്ക് 12 ഇഞ്ചാണ് പറഞ്ഞത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 11 ഇഞ്ചിലോട്ട് ഷേപ്പ് പോലെ മാർക്ക് ചെയ്യുക. ഇനി സ്ലിറ്റ് വണ്ണം പറഞ്ഞിരിക്കുന്നത് 44 ഇഞ്ചാണ്. അതിൻ്റെ 4+1 ഇഞ്ച്, അപ്പോൾ 11 12.5 ഇഞ്ച്, അത് മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ ഭാഗത്ത് കിട്ടിയ വണ്ണത്തിൻ്റെ കൂടെ 2 ഇഞ്ച് ബോട്ടത്തിലേക്ക് എടുക്കുക. 12.5 നമുക്ക് സ്ലിറ്റ് വണ്ണം കിട്ടിയതെങ്കിൽ അതിൻ്റെ കൂടെ 2 കൂടെ ചേർത്ത് 14.5 ഇഞ്ച് താഴെ ബോട്ടം മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലിറ്റ് ഇടുന്ന ഭാഗവും ബോഡി ഷേപ്പിൻ്റെ ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടേക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ലൈനിങ്ങിൻ്റെ തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നല്ല തുണിയിലോട്ട് ഇതേപോലെ എടുത്ത് വെച്ചുകൊണ്ട് നീളം എടുക്കുന്ന സമയത്ത് 2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തുകൊണ്ട് ഇതേപോലെ നമുക്ക് നല്ല തുണി കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് വശത്തെ കഴുത്ത് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് വശത്തെ പാർട്ടിൽ ഇതുപോലെ ഒരു യോക്ക് പോർഷൻ നെറ്റിൻ്റെത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് തുണിയെടുത്ത് ഇതേപോലെ അതിൻ്റെ പുറത്തോട്ട് വെച്ചുകൊണ്ട് അത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് വെട്ടിയെടുക്കാം. ഇത് നമ്മളിപ്പോൾ വെട്ടിയെടുക്കുന്ന ഈ ഒരു മോഡലാണ്. നെക്ക് പോർഷനിൽ വരുന്നില്ല. ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് യോക്ക് പോർഷൻ സെപ്പറേറ്റ് വെട്ടിയെടുക്കാവുന്നതാണ്. ബാക്ക് വശത്തെ കഴുത്ത് ഫ്രണ്ട് വശത്തെ കഴുത്ത് വെട്ടിയതിൻ്റെ ഒരു അളവെടുത്ത് മാർക്ക് ചെയ്തുകൊണ്ട് ഇനി ലെങ്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമുക്ക് ബാക്ക് വശത്തെ കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ലെങ്ത് 10 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ചേർക്കുക, അപ്പോൾ 11 ഇഞ്ച്, അത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് അതിനുള്ള കർവ് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. നമ്മൾ കൈ ലൂസ് എടുത്തിരിക്കുന്നത് 10 ഇഞ്ച് ഇട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കൈ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് കർവിൽ നിന്ന് ഇതേപോലെ 11 ഇഞ്ചിലോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടം പറഞ്ഞിരിക്കുന്നത് 11 ഇഞ്ചാണ് വണ്ണം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പകുതി 5.5, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ ചേർത്ത് 7 ഇഞ്ച്, അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുകളിൽ 2-3 കുഞ്ഞു ഞുറു വരത്തക്ക രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു 2 ഇഞ്ച് മുകളിലോട്ട് പൊക്കി വരച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുത്തതിൻ്റെ ആ അളവ് വെച്ചിട്ട് പീസ് വെച്ചിട്ട് നമുക്ക് ഒരു ഫേസിങ് വെട്ടിയെടുക്കാം. ഇതുപോലെ ഫ്രണ്ടിലത്തേക്ക് ആവശ്യമായിട്ടൊരു ഫേസിങ് വെട്ടിയെടുക്കാം. ബാക്ക് വശത്തെ കഴുത്തിന് വെട്ടിയെടുക്കാനായിട്ട് നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ ഒരു ക്രോസും വെട്ടിയെടുക്കാം.